ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് SLCയിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിലെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നാലാമത്തെ ഭാഗത്തിലോട്ട് പോകാം. അപ്പം മൂന്ന് ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് നാലാമത്തെ ഭാഗം നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അത് പഠിക്കാത്തവർ ദയവ് ചെയ്ത് മൂന്ന് ഭാഗങ്ങളൊന്നും പഠിച്ചിട്ട് ഇത് കാണാം കേട്ടോ. അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നാലാമത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസുകളാണ്. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം വായിച്ചർത്ഥം മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ 25th ടേം? അപ്പം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. ഇതിനകത്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഈ 11 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. ഈ 21 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ടേം ആണ് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 25th ടേം. കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്തേ. നമ്മുടെ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്തേ. നമുക്ക് 25ാം പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം? 24 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഏത് മെത്തേഡാണോ ആ മെത്തേഡ് ഫോളോ ചെയ്തില്ലേ ചില സ്കൂളുകളിലെ ചില അധ്യാപകർ മാർക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ്. പണ്ട് ഞങ്ങളെല്ലാം പഠിച്ചിരുന്ന കാലത്ത് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. A+n-1 D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ nth ടേമിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും സിമ്പിൾ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഇതും അതിലും സിമ്പിൾ ആണ് അല്ലെ. ഒന്നാമത്തെ പദത്തിന്റെ കൂടെ 24 തവണ D കൂട്ടാൻ നേരം, കോമൺ ഡിഫറൻസ് കൂട്ടാൻ നേരം നമുക്ക് എന്ത് കിട്ടും? 25ാമത്തെ പദം. അപ്പൊ ഒന്നാമത്തെ പദം ഇവിടെ എത്ര ഉണ്ട്? ഫസ്റ്റ് ടേം 1 തന്നെയാണ്. പ്ലസ് 24 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലെ. ഇവിടെ D എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? D കണ്ടുപിടിക്കാൻ 11 - 1 ചെയ്താൽ മതി. അപ്പൊ 10. ഈ 10 ഇവിടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 24 × 10 240. ദാറ്റ് ഈസ് ഈക്വൽ ടു 241 എന്ന് കിട്ടും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഷ്ടം 25th ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എടുക്കാനാണ് താല്പര്യം. സെക്കൻഡ് ടൈം ഇവിടെ എത്രയാണ്? 11 ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ എത്ര D കൂട്ടണം? 23 D കൂട്ടണം. അപ്പൊ സെക്കൻഡ് ടൈം ഇവിടെ എത്ര ഉണ്ട്? 11 ആണ്. 11 + 23 ഇൻറ്റു എത്രയാണ്? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 + 230. ദാറ്റ് ഈസ് ഓൾസോ 241. എങ്ങനെ ചെയ്താലും ഉത്തരം ഇതേ കിട്ടും. സംഭവം ഈ ഒരു ഐഡിയ മനസ്സിലായി. ഇനിയിപ്പോ തേർഡ് ടൈം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്തെടുത്തേനെ? നിങ്ങൾ ഫസ്റ്റ് ടൈം പ്ലസ് എന്തെടുത്തേനെ? ഫസ്റ്റ് ടൈം പ്ലസിന്റെ തേർഡ് ടൈമിന്റെ കൂടെ എത്ര D കൂട്ടണം? 22 D കൂട്ടണം. ഇനി ഇത് തന്നെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കുക, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പഠിച്ച ഇക്വേഷൻ ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. നോക്കുക, എയുടെ സ്ഥാനത്ത് ഫസ്റ്റ് ടൈം എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം ഇവിടെ എത്ര ഉണ്ട്? 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ 25ാം പദമല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 25 ഇടുമ്പോൾ 25 - 1 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 10. ഇത് ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് എന്ത് കിട്ടും? 241 തന്നെ കിട്ടും. ഇക്വേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. മാത്സ് അല്ലേ, മാത്സിന്റെ ആൻസർ സെയിമേ വരുള്ളൂ. എങ്ങനെ ചെയ്തു എന്നുള്ളതിൽ അർത്ഥമില്ല. പക്ഷെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ചിലപ്പം ടീച്ചേഴ്സിന്റെ അവരുടെ ക്ലസ്റ്ററിലോ ഇല്ലെങ്കിൽ അവരുടെ ഇതിൽ പറയുന്നുണ്ടായിരിക്കും എങ്ങനെ ചെയ്താലും മാർക്ക് കൊടുക്കാവോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇക്വേഷൻ വേണ്ടവർ ഓർക്കുക. ഇക്വേഷൻ A+n-1 × D. ഓക്കെ ആണല്ലോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എത്രയാണ്? 10th ടേം നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു. 10th ടേം 46, 11th ടേം 51, 11th ടേം 51. ആദ്യം തന്നെ നമുക്ക് ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലെ. ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്താണ്? കോമൺ ഡിഫറൻസ്, ടേം ഡിഫറൻസ്. ഇവിടെ ടേമുകൾ ഏതൊക്കെയാണ്? 51 4. അപ്പൊ 51 - 46 ഡിവൈഡ് ബൈ 51ന്റെ പൊസിഷൻ എത്ര? 11 - 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് കിട്ടി. എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? മക്കളെ, ഇവിടെ 10th ടേം ഉണ്ടല്ലേ. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 10th ടേമിൽ നിന്ന് എത്ര D കുറയ്ക്കണം? നിങ്ങളിപ്പോ പറഞ്ഞു കാണും. എത്ര D ആണ്? 9 D കുറയ്ക്കണം. ഇനി വാല്യൂ ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 10th ടേം ഇവിടെ എത്ര ഉണ്ട്? 46 - 9 ഇൻറ്റു D എത്ര? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 46 - 9 ഇൻറ്റു 5 എത്ര? 45. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പം എന്ത് കിട്ടി നമുക്ക്? ഫസ്റ്റ് ടൈം നമുക്ക് എത്ര കിട്ടി മക്കളെ? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 കിട്ടി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ടൈം കിട്ടിയെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് 5 ടൈംസ്? മക്കളെ, ഫസ്റ്റ് ടൈം 1 കിട്ടിയാൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 കൂട്ടുമ്പോൾ 6, പിന്നെ 5 11, പിന്നെ 16,
21 ഇങ്ങനെ പോകും. ദിസ് ഈസ് ദ സീക്വൻസ് ഫസ്റ്റ് 5 ടൈംസ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ 21st ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? വാട്ട് ഈസ് ദ 21st ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? സീക്വൻസ് തന്നിട്ടുണ്ട് 100, 95, 90. ഓർ ഇതെന്താ കുറഞ്ഞു വരുന്നത്? കുറഞ്ഞു വന്നോട്ടെ, നോ പ്രോബ്ലം. നമുക്കടുത്ത ഡിഫറൻസ് കോമൺ ആയാൽ മാത്രം മതി. ഇവിടുത്തെ ഡിഫറൻസ് നിങ്ങൾ നോക്ക്. ഡിഫറൻസ് 95 മൈനസ് 100. 95 മൈനസ് 100 എത്രയാണ്? -5 ആണ്. ഇനി 90 മൈനസ് 95 നോക്കിയാൽ അവിടെയും -5. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി എത്ര? -5. നമുക്ക് വേണ്ടത് 21st ടൈം ആണ്. ഇവിടെ ഫസ്റ്റ് ടൈം എത്ര ഉണ്ട്? ഫസ്റ്റ് ടൈം 100 ആണ് അല്ലെ? അപ്പൊ 21st ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമിന്റെ കൂടെ എത്ര ഡി കൂട്ടണം? 20d കൂട്ടിയാൽ മാത്രം മതി. അപ്പൊ എന്ത് കിട്ടും മക്കളെ? നിങ്ങൾ തന്നെ പറ. 21st ഫസ്റ്റ് ടൈം ഇവിടെ എത്ര ഉണ്ട്? 100. അപ്പൊ എന്ത് വരും? 100 പ്ലസ് 20 ഇൻറ്റു -5 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. 20 ഇൻറ്റു -5 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 0 ആണ്. മനസ്സിലായല്ലോ? 21st ടൈം ഇവിടെ എത്ര കിട്ടി മക്കളെ? 0. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകണം. എല്ലാ സബ്ജക്റ്റുകളും സിമ്പിൾ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ്. ആരൊക്കെയോ പറയും മാത്സ് പാടാണ്, ഫിസിക്സ് ഏറ്റവും സിമ്പിൾ ആണ് ഈ മാത്സും ഫിസിക്സും ഒക്കെ. മറ്റു സബ്ജക്റ്റിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്റെ കാഴ്ചപ്പാടിലും നിങ്ങളോടൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ ചിലപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഒരുപാട് 1-1.5 പേജ് എഴുതിയാലേ ചിലപ്പോൾ 4 മാർക്ക് കിട്ടത്തുള്ളൂ അല്ലെ? ഇത് കറക്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും 4 മാർക്കാണെങ്കിൽ ആ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ് അല്ലെ? അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക. 10th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 56. ഓക്കെ, 10th ടൈം ഇവിടെ എത്ര ഉണ്ട്? 56. പിന്നെ 11th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എത്രയാണ്? 51. ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 56 മൈനസ് 51 ഡിവൈഡഡ് ബൈ 56ന്റെ എന്താണ് പൊസിഷൻ എത്ര? 10. therefore 10 മൈനസ് 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 56 മൈനസ് 51 എത്ര? 5 ഡിവൈഡ് ബൈ 10 മൈനസ് 11 എത്ര? -1 ആണ് കേട്ടോ. -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇവിടെ പറഞ്ഞ ഫസ്റ്റ് ടൈം അല്ലെ? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം? നമുക്ക് 10th ടൈം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ 10th ടൈമിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? 9d അങ്ങ് കുറച്ചാൽ മതി അല്ലെ? 9 തവണ കോമൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10th ടൈം എത്ര ഉണ്ട്? 10th ടൈം ഈസ് 56ൽ നിന്നും -9 ഇൻറ്റു ഡി എത്ര? -5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 56 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 9 ഇൻറ്റു 5 45 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? രണ്ടും കൂടെ കൂട്ടാൻ നേരം നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 101 ദാറ്റ് ഈസ് ഈക്വൽ ടു 101 എന്ന് കിട്ടും. അപ്പം ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി എത്ര കിട്ടി? 101 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് 5 ടൈംസ്. അപ്പൊ ഫസ്റ്റ് 5 ടൈംസ് ഞാൻ ഡാഷ് ഇടുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഡാഷ് ഇടുമ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം നമുക്ക് 101 കിട്ടി. 101 കിട്ടിയെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതിയാൽ പോരെ. അപ്പൊ 101 പ്ലസ് -5 അല്ലെ? 101 പ്ലസ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -5 ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അപ്പൊ 101 മൈനസ് 5 എത്ര? 96. പിന്നെ 91 86 81. ദിസ് ഈസ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കിടയിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.